ഹലോ കൂട്ടുകാരെ. കല്യാണത്തിന് ശേഷം ഏട്ടന്റെ സ്ഥലമായ കടുത്തുരുത്തിയിലേക്ക് വന്നതിന് ശേഷമാണ്, അതായത് ഇപ്പൊ എന്റെയും കൂടെ സ്ഥലമായ കടുത്തുരുത്തിയിൽ എത്തിയപ്പോഴാണ് കേരളത്തിന്റെ ആചാര കലാരൂപങ്ങളിൽ ഒന്നായ മുടിയേറ്റ് കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും അരങ്ങേറുന്നുള്ള കാര്യം ഒരു കോട്ടയംകാരിയായിട്ട് ഞാൻ അറിഞ്ഞത്. കോട്ടയം ജില്ലയിലെ തിരുവമ്പാടി എന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഈ കലാരൂപം നടക്കുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അന്നാ ഞങ്ങൾ എല്ലാവരും കൂടി അത് കാണാൻ പോകാൻ തീരുമാനിച്ചു. മുടിയേറ്റ് എന്നത് പ്രധാനമായും ഭദ്രകാളിയുടെയും ദാരികാസുരന്റെയും യുദ്ധകഥ അവതരിപ്പിക്കുന്ന ഒരു ക്ഷേത്ര കലാരൂപമാണ്. മുടിയേറ്റിൽ കലാകാരന്മാർ അതിശയകരമായ മുഖഭാവങ്ങളും വലിയ അലങ്കാരങ്ങളുമുള്ള വേഷങ്ങളും ധരിച്ച് ദേവതകളുടെയും അസുരന്മാരുടെയും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പ്രധാനമായും ഭദ്രകാളി, ദാരികൻ, കാളൻ, കൂലൻ തുടങ്ങിയ കഥാപാത്രങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുടിയേറ്റിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം എന്തെന്നാൽ മുഖമൂടികളും അലങ്കാരങ്ങളുമാണ്. ഇവയെല്ലാം കൈകൊണ്ട് നിർമ്മിച്ചവയാണ്. ഇതിൽ നിറങ്ങളും രൂപങ്ങളും വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് അച്ഛൻ പറഞ്ഞു തന്നു. പ്രകടനം തുടങ്ങുന്നത് സാധാരണയായി കാളം വരയ്ക്കുന്നതോടെയാണത്രേ. ഭദ്രകാളിയുടെ രൂപം നിലത്തിൽ വരച്ച് അതിനു മുന്നിൽ പൂജകൾ നടത്തുന്നു. അതിനുശേഷം കഥ പതുക്കെ പുരോഗമിക്കുകയും ചെയ്യും. അവസാനം ഭദ്രകാളി ദാരികനെ വധിക്കുന്ന മഹായുദ്ധം അരങ്ങേറുകയും ചെയ്യുന്നു. ഈ കലാരൂപം ഒരു വിനോദം മാത്രമല്ല, ഇതൊരു ആരാധനയും വിശ്വാസവും നിറഞ്ഞ ആചാരമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കെ അമ്മയൊരു കഥ പറയുകയുണ്ടായി. ഉണ്ണി കുഞ്ഞായിരുന്ന സമയത്ത് അമ്മയും എല്ലാവരും ഇത് കാണാൻ വന്നു അത്രേ. ആ സമയത്ത് ദാരികനെ അന്വേഷിച്ച് ജനങ്ങളുടെ ഇടയിലൂടെ വന്ന ഭദ്രകാളി ഉണ്ണീനെ എടുത്തുകൊണ്ട് ഓടിയത്രേ. അമ്മയ്ക്ക് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്ന്. ഉടനെ അച്ഛനും മറ്റു ബന്ധുക്കളും ഭദ്രകാളിയുടെ പുറകെ ചെന്ന് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഭദ്രകാളി കുഞ്ഞിനെ ഭദ്രമായി തിരിച്ചു കൊടുത്തു അത്രേ. അമ്മ അത് പറഞ്ഞപ്പോൾ ഉണ്ണി ഒരു ചെറു പുഞ്ചിരിയോടെ കേട്ടിരുന്നു. ഗ്രാമവാസികൾക്കും ഭക്തർക്കും മുടിയേറ്റൊരു ആത്മീയ അനുഭവമാണ്. ദേവിയുടെ അനുഗ്രഹം നേടാനായി അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഇന്നും ഈ പാരമ്പര്യം സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന കലാകാരന്മാർക്ക് നന്ദി പറയേണ്ടത് തന്നെയാണ് കേട്ടോ. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ മുടിയേറ്റ് കേരളത്തിലെ സമ്പന്നമായ സംസ്കാരത്തിന്റെ ഒരു മനോഹര ഉദാഹരണമായാണ് നമ്മൾ കാണേണ്ടത്. രാത്രി ഏറെ വൈകിയാണ് മുടിയേറ്റ് ആരംഭിക്കുന്നത്. ഈ കലാരൂപം വെളുക്കുവോളം നീണ്ടു നിൽക്കുന്നുണ്ട്. എല്ലാവരും ജോലിയുടെ ക്ഷീണത്തിലായിരുന്നാൽ ഉറക്കം നേരത്തെ വന്നു തുടങ്ങി. അതിനാൽ ഈ കൊല്ലം നമുക്കിത് മുഴുവിപ്പിക്കാതെ പോകേണ്ടി വന്നു. ഇനി വരും വർഷം മുടിയേറ്റ് എന്ന കലാരൂപം മുഴുവനായി കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ.